ഹലോ, അപ്പം നമ്മൾ കോട്ടയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം കോട്ടയിൽ ഇപ്പം പണ്ടത്തെ കണക്ക് ഒന്നല്ല, എൻട്രി ഫീ ഒക്കെ ഉണ്ട്. എൻട്രി ഫീ തന്നെ അതും നമുക്ക് സൈറ്റ് വഴി മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ സൈറ്റ് വഴി, അതും നെറ്റ് ബാങ്കിങ് ഓർ ഫോൺ പേ, അല്ലാതെ പിന്നെ പേടിഎം ഉണ്ട്, ആമസോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ അലൗഡ് അല്ല എന്ന് സ്പെഷ്യലായിട്ട് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഫോൺ പേ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉള്ളതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആൻഡ് ഒരു ടിക്കറ്റ് പ്രൈസ് 20 റുപ്പീസാണ്. ഓക്കെ, ഒരാളെ പരിചയപ്പെടാം. ഈ ചേട്ടനാണ്, ഒരു ചേട്ടനുണ്ട്. ഈ ചേട്ടൻ നമ്മുടെ കോട്ട വൃത്തിയാക്കുന്നതാണ്. ചേട്ടനാണ് രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ഈ കോട്ട വൃത്തിയാക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇനി കോട്ടയിലേക്ക് വരുമ്പോൾ ആരും വേസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ട് ചേട്ടന് ബുദ്ധിമുട്ടാക്കരുത്. ഇതാണ് ആ ചേട്ടൻ. ചേട്ടനൊരു ഹായ്. ചേട്ടൻ്റെ പേര് ഹരിദാസ്. സ്ഥലം അഴീക്കോട്. സുകുമാർ അഴീക്കോടിന്റെ നാട്ടിൽ. സുകുമാർ അഴീക്കോടിന്റെ നാട്ടിലാണ് ചേട്ടൻ വരുന്നത്. അപ്പം ഇനി മുതൽ ആരെങ്കിലും കണ്ടാൽ ചേട്ടനെ കണ്ടതിന് ഒരു ഹായ് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ചേട്ടൻ്റെ മുഖം പരിചയം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആണെങ്കിൽ 1505 പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഏകദേശം ഒരു 158 വർഷത്തോളം അവരിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ കയ്യിൽ നിന്ന് ഡച്ചുകാർ കോട്ട പിടിച്ചെടുത്തു. പിന്നീട് അറിയാലോ, ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലേക്ക് വന്നു. അങ്ങനെ 110 വർഷത്തോളം ഡച്ചുകാർ ഭരിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നു. ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുത്തു. അപ്പം ഈ കോട്ടയെക്കുറിച്ച് വേറെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ചെറിയൊരു സീക്രട്ട് ഉണ്ട്. നമുക്കിനി അത് കാണാം. അറിയത്തൊന്നുമില്ല, പക്ഷെ പണ്ട് കാലത്ത് ഈ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഒക്കെ തൻ്റെ കുതിരകളുടെ എന്താ പറയുക, നമ്മളിപ്പോൾ പറയില്ലേ കാർ പോർച്ച് എന്നൊക്കെ പറയുന്ന പോലെ കുതിരകളുടെ പോർച്ച് എന്ന് പറയാം. അപ്പം അതാണ് ഈ കാണുന്നത്. പിന്നെന്താ, ഇവിടെ ഒരുപാട് പീരങ്കികളുണ്ട്. പിന്നെന്താ പറയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇപ്പം നമ്മൾ ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തതിന് ശേഷം ഇവിടെ ഇപ്പോഴും നമ്മൾ കുഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ വെടിയുണ്ടകളും പീരങ്കി ഉണ്ടകളും കാണാം എന്നാണ് പറയപ്പെടുന്നത്. ഇവർ ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കുഴിച്ച് നോക്കിയ സമയത്ത് ഒരു 4 സ്ഥലങ്ങളിൽ കുഴിച്ചപ്പം ഇവർക്ക് ഏകദേശം 38,000-ലധികം പീരങ്കി ഉണ്ടകളും വെടിയുണ്ടകളുമാണ് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ജയിൽ നോക്കിയാണ് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ തടവുപുള്ളികളെ വിട്ടിരുന്ന ജയിൽ. ആ ജയിൽ നോക്കിയാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പം നമ്മൾ ഏകദേശം ജയിലിൻ്റെ അടുത്ത് എത്തിയേക്കുവാണ്. നമുക്കപ്പോൾ ജയിൽ കാണാം. ഇതാണ് ജയിൽ. ഇതാണ് ജയിൽ. ജയിൽ കണ്ടോ? ജയിൽ ചെറിയ സ്പേസ് ആണ്, പക്ഷെ എന്നാലും ഒരു 10-200 പേരെ ഒറ്റയടിക്ക് എടുത്തില്ല. പിന്നെന്ന് വെച്ചാൽ എൻ്റെ ചെറിയ വയസ്സിലൊക്കെ ഞാനിവിടെ വന്നേക്കുന്നത് എൻ്റെ മാമൻ്റെ ഒക്കെ കല്യാണത്തിൻ്റെ സമയത്ത് ഫോട്ടോഷൂട്ട് എടുക്കാനാണ്. അതായത് നമ്മളിപ്പോൾ പറയല്ലോ, കല്യാണം കഴിഞ്ഞാൽ ഔട്ട്ഡോർ. ഇന്നത്തെ കാലത്തൊക്കെ ഔട്ട്ഡോർ എങ്ങടാ? ഊട്ടി, കൊടൈക്കനാൽ, ഗോവ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പക്ഷെ കണ്ടു കാലത്തൊക്കെ ഇവിടെയല്ലേ നമ്മൾ വരാറ്, കോട്ടയിൽ മാത്രം. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ അച്ഛൻ്റെ അടുത്ത് അമ്മയടുത്തൊക്കെ ചോദിച്ചാൽ മനസ്സിലാവുമായിരിക്കും. അവരൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ തന്നെ ആയിരിക്കും വന്നെടുത്തിട്ടുണ്ടാവും. ഇതാണ് പീരങ്കി. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഇരുമ്പിൻ്റെ സാധനമാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, നേരെ കടലിലോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കടൽ വഴി വരുന്ന ശത്രുക്കളെ വെടിവെച്ചിടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് ഇത്. കണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ ചെറിയ തെറ്റായ ധാരണകൾ എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, മറ്റേ കാർ പോർച്ച് എന്ന് പറയുന്ന ഹൗസ് പോർച്ച് മീൻസ് ഹോസ് പോർച്ച് എന്നൊക്കെ പറഞ്ഞത്, അത് ശരിക്കും നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു അങ്കിളുണ്ട്, പോലീസ് അങ്കിളുണ്ട്.
ആ അങ്കിളാണ് നമ്മുടെ ആ തെറ്റായ ധാരണ തിരുത്തി തന്നത്. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്കിളിൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. വീണ്ടും വീണ്ടും നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും പറയുകയാണ്, ഇവിടെ ആരും ഫുഡ് ഐറ്റംസോ കാര്യമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ആരും വലിച്ചെറിയരുത്. കാരണം ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും പോയിന്റ് വൈസായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ മാത്രം നിങ്ങളുണ്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ പറഞ്ഞ ആ സീക്രട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ സീക്രട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാണിച്ചു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട്. ഇതൊരു അണ്ടർഗ്രൗണ്ട് സെല്ലാണ് കേട്ടോ. ഈ അണ്ടർഗ്രൗണ്ട് സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഓപ്പൺ ജയിൽ തന്നെ ആയിരുന്നു. ഇത് അണ്ടർഗ്രൗണ്ട് സെല്ല്. പണ്ട് കാലത്തെ തടവ് പുള്ളികളെ ഇതിൽ കൊണ്ടുവന്നിട്ടിട്ട് എങ്ങനെ അവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഒരു മരപ്പലക വെച്ചിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്യാറ്. അവർക്ക് പെട്ടെന്നൊന്നും ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ അവരെങ്ങനെയാണ് ഇത് പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ ഈ കടൽ വെള്ളം ഇവിടം വരെ കയറുന്ന ഒരിതിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് വെള്ളം ഇതിലേക്ക് കയറിയിട്ട് അവസാനം വെള്ളം കുടിച്ചാണ് അവർ മരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇവർ ഹാങ് ചെയ്യുകയോ കാര്യമോ ഒന്നുമില്ല, ഹാങ്ങും കാര്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് ഇവിടെ ഇടുന്ന തടവ് പുള്ളികൾ ഇവിടുത്തെ കടൽ വെള്ളം കുടിച്ചാണ് മരിച്ചത്. അപ്പം നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പീരങ്കിയുണ്ടകളും വെടിയുണ്ടകളും ഇവർക്ക് കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തെ ഇവരത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് ആ വെടിയുണ്ടകൾ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ആ വെടിയുണ്ടകൾ. ഞാൻ പറഞ്ഞല്ലോ 38,000-ത്തിലധികം വെടിയുണ്ടകളാണ് അവർക്ക് ലഭിച്ചത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വാഷ്റൂമും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയുണ്ട്. ജെൻസിൻ്റെത് വേറെയുണ്ട്, ലേഡീസിൻ്റെ വേറെയുണ്ട്. എല്ലാവരും അതുകൊണ്ട് തന്നെ കുട്ടികളെ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. വാഷ്റൂമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ നമ്മുടെ കോട്ടയിലെ എൻട്രൻസിലുള്ള വാതിലാണ്. ഓക്കെ, ഈ എൻട്രൻസിലുള്ള വാതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ മുള്ളു പോലെ നിൽക്കുന്ന ഇത് എന്ന് വെച്ചാൽ നല്ല മൂർച്ചയുള്ളതാണ്. ഇപ്പം കുറച്ചൊക്കെ മൂർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ ആനപ്പുറത്തൊക്കെ വരുമല്ലോ യുദ്ധം ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ അവരുടെ എന്താ പറയുക വെച്ചാൽ ആനകൾ ചവിട്ടി തുറക്കാതിരിക്കാൻ വേണ്ടി ഡോറിൽ സ്മൂത്ത് ആയിക്കഴിഞ്ഞാൽ ആനകൾക്ക് പെട്ടെന്ന് തുറക്കാൻ പറ്റുമല്ലോ ചവിട്ടിയിട്ട്. അപ്പം അതിന് പകരമായിട്ട് ആനകൾ പെട്ടെന്ന് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണിയാണിത്. അപ്പം അതാണിപ്പോൾ ഈ ഒരു അറിവ് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇന്ന് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ പോലീസ് അങ്കിള്, ഇവിടെ ഒരു പോലീസ് അങ്കിളുണ്ട്. അപ്പം അങ്കിള് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരാളാണ്. ഞാനൊക്കെ ചെറുപ്പത്തിലുള്ളപ്പോഴേ ഇവിടെ ഉള്ള ഒരാളാണ്. ആ അങ്കിളാണ് ഈ വാല്യുബിളായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തത്. ഈ വാതിൽ ഞാൻ പറഞ്ഞല്ലോ ആനകൾ ചവിട്ടി തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന മതിലാണിത്. ഇത് ഇത്രയും എന്താ പറയുക ഡിസ്റ്റൻസ് അധികമില്ലാതെ ഇത്രയും അടുത്ത് നിർമ്മിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകൾ ഒരിക്കലും നിന്ന സ്ഥലത്തുനിന്ന് വാതിൽ ചവിട്ടി തുറക്കത്തില്ല. അവരെന്തായാലും ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് വെച്ചതിന് ശേഷം മാത്രമേ ചവിട്ടി തുറക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ മതിൽ വെച്ചത് കാരണം ആനകൾക്കൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റെപ്പ് വെച്ചിട്ട് പുറകിലോട്ട് വെച്ചിട്ട് ഈ ഡോർ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഇവർ ഇതാക്കിയിട്ടാണ് ഈ മതിൽ ഇത്രയും ക്ലോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കോട്ട മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞു. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു തണൽ മരത്തിൻ്റെ ചോട്ടിലാണ്. വലിയൊരു മാവാണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ തണൽ മരങ്ങൾ ഒരുപാടുണ്ട് റെസ്റ്റ് എടുക്കാൻ. അതിപ്പോൾ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് കളിക്കാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്, പിന്നെ വിശ്രമിക്കാനും ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ദയവ് ചെയ്ത് എന്ത് ഫുഡ് ഐറ്റംസ് ആയാലും പ്ലാസ്റ്റിക് വേസ്റ്റ് ആയാലും ഇവിടെ ഒന്നും ആരും ഉപേക്ഷിച്ച് പോകാതിരിക്കുക. എല്ലാവർക്കും ഇവിടെ ഞാൻ പറഞ്ഞു വേസ്റ്റ് ബാസ്ക്കറ്റ് ഒത്തിരി ഉണ്ട്, അവിടെ മാത്രം ഇടുക. കുട്ടികളോടായാലും പ്രത്യേകം പറയുക പ്ലാസ്റ്റിക് വേസ്റ്റോ കാര്യങ്ങളൊന്നും ഇവിടെ ഇടരുത്. കാരണം ഞാൻ നേരത്തെ കാണിച്ചു തന്നു ഒരു ചേട്ടനെ. ആ ചേട്ടന് ഇവിടെ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ, ആ ചേട്ടൻ മാത്രമല്ല ഒത്തിരി പേരുണ്ട് അങ്ങനെ ഇവിടെ ക്ലീൻ ചെയ്യുന്നവർ. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവരുടെ പണി കുറച്ച് കൊടുക്കുക. കാരണം ഈ പൊരി വെയിലത്താണ് അവരിരുന്ന് പണിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി അതിൻ്റേതായ രീതിയിൽ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇടാതെ നല്ല രീതിയിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ മാത്രം ഇടാൻ ശ്രമിക്കുക. കോട്ടയിലെ എല്ലാ കാഴ്ചകളും ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു.
ഇനി നമുക്കുള്ളത് എന്ന് വെച്ചാൽ ഈ കോട്ടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് തന്നെയായിട്ട് ബേബി ബീച്ചുണ്ട്, പയ്യാമ്പലം ബീച്ചുണ്ട്, അങ്ങനെ എല്ലാ ബീച്ചുകളും, ചാൽ ബീച്ച്, അങ്ങനെ ഒത്തിരി ബീച്ചുകളുണ്ട്. എല്ലാം 5 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരായാലും കണ്ണൂർ കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഇതൊക്കെ. പയ്യാമ്പലം ബീച്ച്, ബേബി ബീച്ച്, കോട്ട എന്നൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കോട്ടയിലേക്ക് വന്നവർക്ക് ഈ ബീച്ചും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ പോകാവുന്നതാണ്. അപ്പം എൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ പയ്യാമ്പലം ബീച്ച്, ബേബി ബീച്ച്, ഇവിടെ അടുത്തുള്ള ബീച്ചുകളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.